ബിരിയാണിയോളം വരില്ലെന്ന് ഒരു കൂട്ടര്, ബിരിയാണിയേക്കാൾ പൊളിയാന്ന് മറ്റൊരു കൂട്ടര്. ഇതിൽ നിങ്ങൾ ഏതിനോടാ യോജിക്കുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കാം. 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഓരോ ടേബിൾ സ്പൂൺ വീതം കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും. ഇത്രയും നല്ലപോലെ വറുത്ത് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചൊരു കുക്കറിലേക്ക് 2 വലിയ സവാള കനം കുറച്ച് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഒന്നങ്ങ് വാടുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചത് ഇട്ട് കൊടുത്ത് അത്യാവശ്യം നന്നായി തന്നെ അങ്ങ് വഴറ്റെടുക്കാം. എന്നിട്ട് അതിലേക്ക് വലിയൊരു തക്കാളി അരിഞ്ഞതും ഇത്തിരി കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വീണ്ടും നല്ല പോലെ വഴറ്റി ഒടിച്ചിട്ട് ഇതിലേക്ക് ഒരു പിടി മല്ലിയില അരിഞ്ഞതും ഒരിത്തിരി മാത്രം പുതിനയിലയും 1.5 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരും ചേർത്ത് മിക്സ് ആക്കിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴുകി വെച്ചിരുന്ന 1 കിലോ ബീഫ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിരുന്ന പൊടി ഉണ്ടല്ലോ അതൊക്കെ ചേർത്ത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം 3/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കാം. 2 വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ഇട്ടൊരു 20 മിനിറ്റ്. ഇപ്പതാ ബീഫൊക്കെ വെന്ത് നല്ലൊരു കറിയായി വന്നിട്ടുണ്ട്. ആ സമയത്ത് ആ ബീഫിന്റെ പീസൊക്കെ അങ്ങ് എടുത്ത് മാറ്റിയിട്ട് ആ ഗ്രേവി അളന്ന് റൈസ് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് സ്പൈസസ് ഇട്ട് തിളയ്ക്കുമ്പോൾ ജസ്റ്റ് കഴുകി വെള്ളം കളഞ്ഞു വെച്ചിരിക്കുന്ന ജീരകശാല റൈസ് ഇട്ട് കൊടുക്കാം. അരി കുതിർത്താത്തതുകൊണ്ട് 1 കപ്പിന് 2 കപ്പ് എന്നുള്ള രീതിയിലാണ് ഇട്ട് വെള്ളം എടുത്തിട്ടുള്ളത്. എന്നിട്ട് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. വെന്ത് വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചാർന്ന ബീഫ് ചേർത്ത് ഇളക്കിപ്പൊത്തി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ചെറിയൊരു നാരങ്ങയുടെ നീരും 2-3 ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് മല്ലിയിലും ഇട്ട് ഒരു 15 മിനിറ്റ് അടച്ചു വെച്ച് മൂടി തുറന്ന് മിക്സ് ആക്കി എടുത്താൽ അടിപൊളി ഇറച്ചി ചോറ് റെഡിയാണേ. ഞാനിപ്പോൾ കൺഫ്യൂഷനിലായിട്ടോ, ഏതിനാ കൂടുതൽ ടേസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നില്ല.